വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ ലാബ്. ഇന്ന് ഞാനൊരു ചിക്കൻ സ്റ്റർ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചൈനീസ് റെസിപ്പിയാണ്. ചിക്കൻ എടുക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസും ഇതിലേക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് കൂടിയാണ്. 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലുള്ളത് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാകുമെന്ന് മാത്രം. 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആയാലും മതി, 1.5 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാപ്രിക്ക പൗഡർ, കുരുമുളക് പൊടി, വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടീസ്പൂൺ മൈദ, കോൺഫ്ലവറിൽ നിന്നും 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് സോസ് റെഡിയാക്കാം. അതിന് ഒരു 10 വറ്റൽമുളക് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ മതിയാകും. 3 അല്ലി വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ സോയാ സോസ്, 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ വിനീഗർ. ഇവയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കണം. മുളകിൻ്റെ തരികൾ ഉണ്ടെന്ന് കരുതി കുഴപ്പമില്ല. ഇനി നമുക്കിതിൻ്റെ സോസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെയും എണ്ണ നന്നായിട്ട് തെളിയുന്നത് വരെയും വഴറ്റാം. സോസ് ഇവിടെ അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് സോസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന 1/2 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഈ സോസിലേക്ക് ഒഴിക്കാം. എന്നിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ വരുന്നത് വരെ ഇത് നമ്മൾ ഫ്ലെയിം സിമ്മിൽ വെച്ച് തിളപ്പിക്കാം. ഇതുപോലെ സോസ് നല്ല തിക്കായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് സോസ് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റർ ഫ്രൈ ചിക്കൻ റെഡിയാക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. അതിന് ഞാനിവിടെ 3 നിറത്തിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ ക്യാപ്സിക്കം മാത്രമുള്ളൂ എങ്കിൽ അതായാലും മതിയാകും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്രൊക്കോളിയോ ബേബി കോണോ ആഡ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ ക്യൂബ്സ് ആക്കി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഫ്രോസൺ സ്പ്രിംഗ് ഓണിയൻ ആണ്. സ്പ്രിംഗ് ഓണിയൻ കേടുകൂടാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ ഫ്രീസറിൽ വെച്ച് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും ഇത് ഫ്രോസൺ ആയിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇടുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് തന്നെ ഫ്രീസറിൽ നിന്നും എടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വേവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് വെന്ത് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ബാക്കിയുള്ള ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കവും സവാളയും ഇട്ട് 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കവും സവാളയും ഒക്കെ നന്നായിട്ട് എണ്ണയിൽ വഴണ്ട് ഒരു ഗ്ലേസിങ് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക്
ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് അതും ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സോസ് ഇതിലേക്ക് ഒഴിച്ച് വെജിറ്റബിൾസും ചിക്കനും സോസും നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ച് വേണം ഇത് ചെയ്യാൻ. സോസും വെജിറ്റബിൾസും ചിക്കനും എല്ലാം നന്നായിട്ട് മിക്സായി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗ്ലേസിങ് കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തേനാണ് ഞാൻ ചേർക്കുന്നത്. 1 ടീസ്പൂൺ തേൻ ചേർക്കുന്നത് കൊണ്ട് നമ്മളുടെ ഡിഷിന് ഒരിക്കലും മധുരം കൂടി നിൽക്കില്ല, എന്നാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ലാസ്റ്റ് നമ്മൾക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഡിഷ് സെർവ് ചെയ്യാം. മെയിൻ ഡിഷായിട്ടല്ലാതെ സ്റ്റാർട്ടറായിട്ട് കഴിക്കാനും ഈ ഡിഷ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഡിഷ് വിളമ്പുമ്പോൾ കുറച്ച് വെളുത്ത എള്ള് ഇതുപോലെ വിതറിക്കൊടുത്തതിന് ശേഷം വിളമ്പിയാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്റ്റർ ഫ്രൈ നമുക്കിവിടെ വിളമ്പാം. ചെറിയൊരു ക്വാണ്ടിറ്റി ചിക്കൻ ഉള്ളൂ എങ്കിലും നമുക്കൊരു ഫാമിലിക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ സ്റ്റർ ഫ്രൈ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു സോ മച്ച്.